ഗിരീഷ് സാർ അല്ലേ? അതെ, ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ അഞ്ജലിയുടെ ഒരു ഫ്രണ്ടാ. ഓ, വാ കയറിയിരിക്കും. ഓക്കെ സാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പൊ എന്താ വന്നത്? അഞ്ജലിയെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഞങ്ങൾ പരസ്പരം കണ്ടിട്ട് വർഷങ്ങളായി. നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം ഒരു 15 വർഷമെന്ന് ഞാൻ പറയുന്നു. ശരിയല്ലേ മിസ്സിസ്? ലേഖ മഹേഷ്. യേസ്, ലേഖ മഹേഷ്. സർ, വാട്ട് യു മീൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഡിവേഴ്സായിട്ട് 15 വർഷം കഴിഞ്ഞു. 15 വർഷമോ? യെസ്. എന്തായിരുന്നു സാർ റീസൺ? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധമുണ്ടാകുന്നു അസ്വാതന്ത്ര്യം എന്തെന്നറിയുമ്പോഴാണ്. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം. ഒക്കാത്തത് മനസ്സിൽ കിടക്കുമ്പോൾ അത് മനസ്സിൽ കിടന്ന് പോകുന്നു. എന്തോ ഞങ്ങൾക്കിടയിൽ ഒരു വിളിച്ചുണ്ടാകുന്നു. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാം? ഡിവോഴ്സ് ആയിരുന്നു ബെറ്റർ. ഓ സാർ. സുഖം, സ്വാതന്ത്ര്യം, സ്വസ്ഥത, ഒറ്റയ്ക്ക് ജീവിക്കും. ഇപ്പൊ അഞ്ജലി എവിടെയാണെന്ന് അറിയാമോ? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അഞ്ജലിയുടെ പഴയ അഡ്രസ്സിൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ശരി സാർ. ഇന്നലകളുടെ ഓർമ്മകൾക്ക് ഒരായുസിന്റെ വേദനയുണ്ട്. എങ്കിലും സ്നേഹിച്ചു. ഇനിയും സ്നേഹിക്കണം, മരിക്കുന്നിടം വരെ. സോറി, ഞാൻ മറന്നു. ടീ ഓർ കോഫി? ടീ. ഓക്കെ. ഷുഗർ? ഐ ആം ഹെൽത്തി. ഓ. വിരലുകൾ ചേരാതെ വിധികളും ചേരാതെ അടരുകയാണിന്നേതോ മൃതിയുടെ കൽത്തുണ്ടിൽ പ്രണയമാം പൂവിന്റെ ഇതളുകൾ വീഴുന്നുവോ. വിരലുകൾ ചേരാതെ വിധികളും ചേരാതെ അടരുകയാണിന്നേതോ. ഇതാ വരുന്നേ, കയറിയിരിക്കും കേട്ടോ. ഗസ്? ലേഖ? യെസ്. എന്നെങ്കിലും നിന്നെ ഒന്ന് കണ്ടുമുട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. സുഖമാണോ നിനക്ക്? ഹാപ്പി. അഞ്ജലി, എൻ്റെ കുട്ടികളൊക്കെ? അപ്പം നിനക്ക് എന്നെപ്പറ്റി ഒന്നും അറിയില്ലല്ലേ? ഞാൻ ഗിരീഷ് സാറിനെ കണ്ടിരുന്നു. അതിനുശേഷം ഞാനൊരു വിവാഹ ജീവിതം ആഗ്രഹിച്ചിട്ടില്ലടോ. എന്തായിരുന്നു സാറിനെ ഒഴിവാക്കാനുണ്ടായ കാരണം? ഫ്രീഡം. എടുക്കാനും കൊടുക്കാനും വാങ്ങാനും വിൽക്കാനും കഴിയാത്ത ഒന്നാണ് സ്വാതന്ത്ര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ തന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ. ആഫ്റ്റർ ഐ ലെഫ്റ്റ് ദ കോളേജ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസ് ഓൾ മൈ മിസ്റ്റേക്ക്. റിയലി സോറി. ഞാൻ ശ്യാമിനെ കണ്ടിരുന്നു. എവിടെ വെച്ച്?
അവൻ എന്നെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചിരുന്നോ? അവൻ ഭാര്യയും കുട്ടികളുമായിട്ട് സുഖമായിട്ട് ജീവിക്കും. അപ്പൊ അവൻ രണ്ടാമതും കല്യാണം കഴിച്ചല്ലേ? എൻ്റെ പിടിവാശിയും എടുത്തിയാട്ടവും ഒക്കെ ആയിരുന്നു എല്ലാ പ്രശ്നത്തിനും കാരണം. ശരിക്കും അവനെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവനെൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുമായിരുന്നു ലേഖയെ. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അവൻ ശരിക്കും ഒരു പാവമായിരുന്നു. ഇപ്പോഴും ആ ഇഷ്ടം മനസ്സിലുണ്ടോ? ചിലരെയൊക്കെ നമ്മൾ എത്ര വെറുക്കാൻ ശ്രമിച്ചാലും നടക്കത്തില്ലടോ. എന്താണെന്ന് തനിക്കറിയോ? ഒരു കാലത്ത് അവരൊക്കെ നമുക്ക് ആരൊക്കെയോ ആയിരുന്നു എന്ന മനസ്സിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നമുക്കൊന്ന് ശ്യാമിനെ വിളിച്ചു നോക്കിയാലോ? അത് അവന് ഇഷ്ടപ്പെടുവോടി? നമുക്കൊന്ന് വിളിച്ചു നോക്കാം. എടി അല്ലെങ്കിൽ വേണ്ട, ശ്യാമിൻ്റെ മനസ്സെന്താന്ന് നമുക്കറിയില്ലല്ലോ. ഇത് പേടിയാടി. അതൊക്കെ വിട്ടേര്. അറിയുന്നുണ്ട്, സംസാരിക്കും. ഹലോ ഹലോ പറ്റില്ലടി, വേണ്ട. നിനക്ക് കഴിയും. നീ സംസാരിക്കും. നീ റിലാക്സ് ആണ്, എന്നിട്ട് സംസാരിക്കും. റിംഗ് ഉണ്ട്, സംസാരിക്കും. ഹലോ നിങ്ങളെന്താ ആളെ കളിയാക്കണം? എനിക്കിവിടെ വേറെ പണിയുണ്ടെന്നേ. ഹലോ ശ്യാം, അഞ്ജലി ശ്യാം സുഖമാണോ? അതെ അഞ്ജലി. ശ്യാം എന്നെ ഓർക്കാറുണ്ടോ? അഞ്ജലി, ഞാൻ നിന്നെ എപ്പോഴും ഓർക്കാറുണ്ട് അഞ്ജലി. നിനക്ക് സുഖമാണോ അഞ്ജലി? അഞ്ജലി, ഒന്ന് കാണാൻ പറ്റുമോ? അത് വേണോ ശ്യാം? ഇല്ലെന്ന് മാത്രം പറയാം അഞ്ജലി, പ്ലീസ്. ശരി, കാണാം. അഞ്ജലി, എൻ്റെ നമ്പർ എവിടെ കിട്ടി നിനക്ക്? ഇത് ലേഖയുടെ ഫോണാണ്. എങ്കിലും ഒരു കാര്യം ചെയ്യാം അഞ്ജലി, നമുക്ക് എത്രയും പെട്ടെന്ന് കാണാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാലോ. അതെ ശ്യാം. ഓക്കെ. ஞாபகம் மோதுதே மனம் ஏங்குதே. അഞ്ജലി, ഇതിന് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല അഞ്ജലി. താങ്ക് യു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ എൻ്റെ ഫ്രണ്ട് അല്ലേ?